നമസ്കാരം. മ്യൂസിക് ട്യൂട്ടോറിയലിൻ്റെ 52ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് മോഹനം വർണ്ണം പാർട്ട് 6 ആണ്. നമ്മളിപ്പോൾ പല്ലവി, അനുപല്ലവി, ചിട്ടസ്വരം, തുണ്ടുപല്ലവി വരെ പാടി അവസാനിപ്പിച്ചിരിക്കുകയാണ്. അടുത്തതായി നമ്മൾ പഠിക്കുന്നത് ചരണമാണ്. ചരണവും ചരണസ്വരങ്ങളും ഉത്തരഭാഗത്തിൽ പെടും. മോഹനരാഗം ഏറ്റവും ആദ്യത്തെ എപ്പിസോഡിൽ അതിനെക്കുറിച്ച് കൂടുതലായി പറഞ്ഞിട്ടുണ്ട്. 28ാമത്തെ മേളകർത്താരാഗമായ ഹരികാംബോജിയുടെ ജന്യമാണ്. ഔഡവരാഗമാണ്. ഔഡവരാഗം എന്ന് പറഞ്ഞാൽ ആരോഹണത്തിൽ 5 സ്വരം, അവരോഹണത്തിൽ 5 സ്വരം. അതുകൊണ്ടാണ് ഔഡവരാഗം എന്ന് പറയുന്നത്. സ രി ഗ പ ധ. ഷഡ്ജം, ചതുർശ്രുതി ഋഷഭം, അന്തരഗാന്ധാരം, പഞ്ചമം, ചതുർശ്രുതി ധൈവതം. ഇങ്ങനെയാണ് മോഹനത്തിൻ്റെ സ്വരസ്ഥാനങ്ങൾ. നമുക്ക് ചരണത്തിലേക്ക് കടക്കാം. ഗ ഗ ഗ ഗ രി ഗ പ ഗ പ പ. ഒന്നുകൂടി പാടാം. ഗ ഗ ഗ ഗ രി ഗ പ ഗ പ പ. ഗ ഗ ധ ധ പ ഗ ധ ധ പ ഗ പ ഗ രി സ രി. ചേർത്ത് പാടാം. ഗ ഗ ഗ ഗ രി ഗ പ ഗ പ പ. ഗ ഗ ധ ധ പ ഗ ധ ധ പ ഗ പ ഗ രി സ രി. ഒരു പ്രാവശ്യം കൂടി പാടാം. ഗ ഗ ഗ ഗ രി ഗ പ ഗ പ പ. ഗ ഗ ധ ധ പ ഗ ധ ധ പ ഗ പ ഗ രി സ രി. താളമിട്ട് പാടാം. ഗ ഗ ഗ ഗ രി ഗ പ ഗ പ പ. ഗ ഗ ധ ധ പ ഗ ധ ധ പ ഗ പ ഗ രി സ രി. ഇതിൻ്റെ ഒപ്പം തന്നെ ചരണസ്വരങ്ങളിൽ 1ാമത്തെ സ്വരം നമ്മൾ പഠിക്കുകയാണ്. ഗ രി സ രി. ഒന്നുകൂടി പാടാം. ഗ രി സ രി ധ രി ധ സ രി ഗ രി. ഒരിക്കൽ കൂടി പാടാം. ഗ രി സ രി ധ രി ധ സ രി ഗ രി. താളമിട്ട് പാടി നോക്കാം. ഗ രി സ രി ധ രി ധ സ രി ഗ രി. ഒന്നുകൂടി പാടാം. ഗ രി സ രി ധ രി ധ സ രി ഗ രി. ഇത് 1ാമത്തെ ചരണസ്വരമാണ്. അത് കഴിഞ്ഞിട്ട് അതൊരു പ്രാവശ്യം പാടിയിട്ട് ചരണം റിപ്പീറ്റ് ചെയ്യാം. ഒന്നുകൂടി പാടിയതിന് ശേഷം ചരണം റിപ്പീറ്റ് ചെയ്യാം. ഗ രി സ രി ധ രി ധ സ രി ഗ രി ഗ ഗ ഗ ഗ രി ഗ പ ഗ പ പ. ഗ ഗ ധ ധ പ ഗ ധ ധ പ ഗ പ ഗ രി സ രി. ഇത് ഒരു കളയായിട്ടും പാടാം. ഒരു കള എന്ന് പറയുമ്പോൾ താളം ഇപ്പോൾ നമ്മൾ രണ്ടായിട്ടാണ് താളം ഇട്ടത്. ഇത് ഒരു ഒറ്റയായിട്ട് താളം ഇടുന്നതിനാണ് ഒരു കള എന്ന് പറയുന്നത്. അതായത് ഗ ഗ ഗ ഗ രി ഗ പ ഗ പ പ. ഗ ഗ ധ ധ പ ഗ ധ ധ പ ഗ പ ഗ രി സ രി. ഇങ്ങനെയും പാടും. നമുക്ക് ഇപ്പോൾ 2 കളയിൽ നമുക്ക് സ്ലോവിൽ പാടുന്നതായിരിക്കും കുറച്ചുകൂടി പഠിക്കാൻ എളുപ്പം. 2ാമത്തെ സ്വരം പഠിക്കാം. ഗ ഗ രി ഗ രി സ രി. ഒന്നുകൂടി പാടാം. ഗ ഗ രി ഗ രി സ രി ഗ ഗ പ ധ ധ സ രി ഗ ഗ ഗ ധ പ ഗ രി ഗ ഗ സ ധ പ ഗ രി. ഒന്നുകൂടി പാടാം.
ഗ ഗ രി ഗ രി സ രി ഗ ഗ പ ധ ധ സ രി പ ധ ധ സ രി. മന്ത്രസ്ഥായി പഞ്ചമത്തിലേക്ക് പോകണം. പ ധ ധ സ രി ഗ ഗ ഗ ധ പ ഗ രി ഗ ഗ ഗ ഗ ഗ ധ പ ഗ രി ഗ ഗ സ ധ പ ഗ രി. ഒന്നുകൂടി പാടാം. ഗ ഗ രി ഗ രി സ രി ഗ ഗ പ ധ ധ സ രി ഗ ഗ ഗ ധ പ ഗ രി ഗ ഗ സ ധ പ ഗ രി ഗ ഗ ഗ ഗ രി ഗ പ ഗ പ പ ഗ ഗ ധ ധ പ ഗ ധ ധ പ ഗ പ ഗ രി സ രി. താളം വിട്ട് പാടാം. ഗ ഗ രി ഗ രി സ രി ഗ ഗ പ ധ ധ സ രി ഗ ഗ ഗ ധ പ ഗ രി ഗ ഗ സ ധ പ ഗ രി ഗ ഗ ഗ ഗ രി ഗ പ ഗ പ പ ഗ ഗ ധ ധ പ ഗ ധ ധ പ ഗ പ ഗ രി സ രി. മൂന്നാമത്തെ സ്വരം പ ധ ധ പ ഗ രി സ രി ഗ രി സ ധ. ഒന്നുകൂടി. പ ധ ധ പ ഗ രി സ രി ഗ രി സ ധ സ രി ഗ പ ധ സ സ ധ പ ഗ രി സ രി ഗ പ ധ സ സ ധ പ ഗ രി. ചേർത്ത് പാടാം. പ ധ ധ പ ഗ രി സ രി ഗ രി സ ധ സ രി ഗ പ ധ സ സ ധ പ ഗ രി. താളം വിട്ട് പാടാം. പ ധ ധ പ ഗ രി സ രി ഗ രി സ ധ സ രി ഗ പ ധ സ സ ധ പ ഗ രി. ഒന്നുകൂടി. പ ധ ധ പ ഗ രി സ രി ഗ രി സ ധ സ രി ഗ പ ധ സ സ ധ പ ഗ രി ഗ ഗ ഗ ഗ രി ഗ പ ഗ പ പ ഗ ഗ ധ ധ പ ഗ ധ ധ പ ഗ പ ഗ രി സ രി. ഇന്ന് 1, 2, 3 എന്നീ ചരണസ്വരങ്ങൾ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. അടുത്ത ദിവസം 4ാമത്തെ സ്വരവും ചരണത്തിൻ്റെ സാഹിത്യവും പഠിപ്പിക്കുന്നതാണ്. ചരണം മുതൽ നമുക്ക് ഒരു പ്രാവശ്യം പാടിവരാം. ഗ ഗ ഗ ഗ രി ഗ പ ഗ പ പ ഗ ഗ ധ ധ പ ഗ ധ ധ പ ഗ പ ഗ രി സ രി. ഗ ഗ ഗ ഗ രി ഗ പ ഗ പ പ ഗ ഗ ധ ധ പ ഗ ധ ധ പ ഗ പ ഗ രി സ രി. ഗ ഗ ഗ ഗ രി ഗ പ ഗ പ പ ഗ ഗ ധ ധ പ ഗ ധ ധ പ ഗ പ ഗ രി സ രി. ഗ രി സ രി ധ രി ധ സ രി ഗ രി ഗ ഗ ഗ ഗ രി ഗ പ ഗ പ പ ഗ ഗ ധ ധ പ ഗ ധ ധ പ ഗ പ ഗ രി സ രി. ഗ ഗ രി ഗ രി സ രി ഗ ഗ പ ധ ധ സ രി ഗ ഗ ഗ ധ പ ഗ രി ഗ ഗ സ ധ പ ഗ രി ഗ ഗ ഗ ഗ രി ഗ പ ഗ പ പ ഗ ഗ ധ ധ പ ഗ ധ ധ പ ഗ പ ഗ രി സ രി. പ ധ ധ പ ഗ രി സ രി ഗ രി സ ധ സ രി ഗ പ ധ സ സ ധ പ ഗ രി ഗ ഗ ഗ ഗ രി ഗ പ ഗ പ പ
ഗ ഗ ധ ധ പ ഗ ധ ധ പ ഗ പ ഗ രി സ രി. ഈ 3 സ്വരങ്ങളും ചരണവും മാത്രമേ ഇന്ന് പഠിപ്പിക്കുന്നുള്ളൂ. അടുത്ത ക്ലാസ്സിൽ 4ാമത്തെ ചരണസ്വരവും പിന്നെ ചരണത്തിൻ്റെ സാഹിത്യവും പഠിപ്പിക്കുന്നതാണ്. അതിനുശേഷം ആദ്യം മുതൽ അവസാനം വരെ ഒരു പ്രാവശ്യം പാടിയിടുന്നതാണ്. എല്ലാവരും കൃത്യമായി പ്രാക്ടീസ് ചെയ്യുക. പഠിപ്പിച്ച ഭാഗങ്ങൾ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. നന്ദി.